1979 ഫെബ്രുവരി 1 രാവിലെ ഇറാനിലോട്ട് ഒരു ഫ്ലൈറ്റ് വന്നിറങ്ങുന്നു. ആ ഫ്ലൈറ്റ് ലാൻഡായതിനു ശേഷം അതിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നു. അദ്ദേഹം താടിയും അതുപോലെ തന്നെ ബ്ലാക്ക് ടർബണും പറഞ്ഞ് അദ്ദേഹത്തിനെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം തന്നെ സന്തോഷം കൊണ്ട് കൈതട്ടിയും അതുപോലെ തന്നെ ചീർ ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തിനെ വെൽക്കം ചെയ്തത്. അന്ന് വന്ന അദ്ദേഹം ഏകദേശം 14 വർഷത്തിന് ശേഷമാണ് ഇറാനിലോട്ട് വന്നിറങ്ങുന്നത്. അതായത് അതുവരെ ഇറാഖിലും അതുപോലെ തന്നെ ഫ്രാൻസിലും പോയി കഴിഞ്ഞ അദ്ദേഹം 14 വർഷം കഴിഞ്ഞ് ഇറാനിലോട്ട് വന്നിറങ്ങുമ്പോഴാണ് അത്രയും വലിയൊരു സ്വീകരണം അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹം വന്നിറങ്ങിയ ആ ഒരു ദിവസം ഇന്നും ഇറാന് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി കരുതപ്പെടുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വന്നിറങ്ങിയ ആ ദിവസം തൊട്ടാണ് ഇന്നത്തെ മുസ്ലിം രാജ്യമായ ഇറാൻ വളർന്നു വന്നത്. അതെ, ഒരു പേർഷ്യൻ കിങ്ങിൻ്റെ അടുത്തുണ്ടായിരുന്ന ഇറാൻ ഇന്നത്തെ മുസ്ലിം രാജ്യമായി മാറാനുള്ള പ്രധാന കാരണവും അദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയതുള്ള ഖൊമേനി. അപ്പോൾ ഇദ്ദേഹം വന്നിറങ്ങി ആ ഒരു മുസ്ലിം സ്റ്റേറ്റായി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു കാര്യം. അതായത് ഒരു മുസ്ലിം രാജ്യം ആക്കാനും അതിനുശേഷവും ഇദ്ദേഹം കുറേയധികം പ്രശ്നങ്ങൾ നേരിട്ടു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതായത് ഒരു പേർഷ്യൻ കിങ്ങിൻ്റെ ഉണ്ടായിരുന്ന ഇറാൻ എങ്ങനെ ഒരു മുസ്ലിം രാജ്യമായി ഇന്നത്തെ മുസ്ലിം രാജ്യമായി വളർന്നു വന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് എൻ്റെ പേര് അശ്വിൻ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് താഴെ തംസ് അപ്പ് ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ, ബെൽ ഐക്കൺ ഒക്കെ പ്രസ് ചെയ്യരുത്. ഇപ്പോൾ വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ വീഡിയോയിട്ട് കിടക്കുന്നതിന് മുമ്പ് എല്ലായിടത്തും ഒരേ ഒരു കാര്യം, അതായത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടതിനെ ഡിസ്ലൈക്ക് ചെയ്ത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. പൊതുവേ നമ്മുടെ വീഡിയോയ്ക്കെല്ലാം തന്നെ വളരെയധികം കുറഞ്ഞ ലൈക്കുകൾ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ലൈക്ക് കുറയുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ കുറയുകയാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക. ഇപ്പോൾ വീഡിയോയിട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, അതായത് ഒരു സുപ്രഭാതത്തിൽ വന്ന ഒരു നേതാവല്ല ഈ ഖൊമേനി എന്ന് പറയുന്ന ഇദ്ദേഹം. അതായത് ഇദ്ദേഹം ഇന്നത്തെ ഇറാനായ ഇസ്ലാമിക് സ്റ്റേറ്റായി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം കുറേയധികം വർഷങ്ങളോളം കഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇന്നത്തെ ഇറാനായി മാറിയത്. പക്ഷേ അതിൻ്റെ നടുക്കും അതുപോലെ തന്നെ ഇദ്ദേഹം ഇസ്ലാമിക് സ്റ്റേറ്റായി ഡിക്ലെയർ ചെയ്തതിന് ശേഷവും ഇദ്ദേഹം കുറേയധികം പ്രശ്നങ്ങൾ നേരിട്ടു. അത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ 1960-50 കാലഘട്ടങ്ങൾ തൊട്ട് തന്നെ ഖൊമേനി എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് ഇറാൻ മൊത്തം ഫേമസ് ആയിരുന്നു. അതായത് ഇറാനിലുള്ള കൊച്ചുകുട്ടിക്ക് വരെ ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയായിരുന്നു. പക്ഷേ 1964 ആയപ്പോൾ തന്നെ അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഷാ എന്ന് പറയും, അതായത് ഒരു രാജകുടുംബമായിരുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നു അതായത് ഈ ഖൊമേനി എന്ന് പറയുന്ന ഇദ്ദേഹം ആ രാജകുടുംബത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണെന്ന് കരുതി ഇദ്ദേഹത്തിനെ നാട് കടത്തുന്നു. അങ്ങനെ 1964 ഇദ്ദേഹം ഇറാനിൽ വിട്ട് ഇറാഖിലോട്ട് പോകുന്നു. അവിടെ വെച്ചിട്ടാണ് അതായത് ഇറാന് വേണ്ട പദ്ധതികളും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം തന്നെ ഇദ്ദേഹം ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് അവിടെയുള്ള ഭരണകൂടം എങ്ങനെ വേണം, അതുപോലെ തന്നെ ജനങ്ങളെ എങ്ങനെ തിരഞ്ഞെടുക്കണം ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് 3 പ്രശ്നങ്ങളാണ് മുന്നിൽ കണ്ടത്. ഇദ്ദേഹം ഒന്നാമതായിട്ട് ഡെമോക്രസി എന്ന് തീരുമാനിക്കുന്നത്, അതായത് ജനങ്ങളെ തന്നെ തിരഞ്ഞെടുത്ത് ജനങ്ങളുടെ ആവശ്യപ്രകാരം അവിടെ നിയമങ്ങളെല്ലാം പാസ്സാക്കുക. പക്ഷേ ഇദ്ദേഹം വിചാരിക്കുന്നു അതായത് സുപ്രീം ലീഡേഴ്സിനൊന്നും വലിയ പവർ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇദ്ദേഹം അതിനെ കംപ്ലീറ്റ് ആയിട്ടും വിടുന്നു. ഇനി അടുത്ത് ഇദ്ദേഹം വിചാരിക്കുന്നു അതായത് ഒരു രാജഭരണം പോലെ ആക്കിയാലോ എന്ന്. അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുന്നു അതായത് ഒരു രാജകുടുംബം ഇവിടെ പോസിബിൾ അല്ല. അങ്ങനെയാണ് ഇദ്ദേഹം വിചാരിക്കുന്നു അതായത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായി ഡിവൈഡ് ചെയ്യാമെന്ന്. അങ്ങനെ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി പദ്ധതികളെല്ലാം തന്നെ ഇദ്ദേഹം തയ്യാറെടുക്കാൻ തുടങ്ങി. ഇതിനായിട്ട് ഇദ്ദേഹം കുറേയധികം ആൾക്കാരെയും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ മെമ്പേഴ്സിനെല്ലാം കൂട്ടി ഒരു സഭ പോലെ ക്രിയേറ്റ് ചെയ്ത് അവർക്കെല്ലാം തന്നെ എങ്ങനെയായിരിക്കണം ഭരിക്കേണ്ടത് ഉള്ള കാര്യങ്ങളെല്ലാം ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതിനായിട്ട് ഇദ്ദേഹം ഒരു ബുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തു. അതായത് ഗോഡ് ക്രിയേറ്റഡ് ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു ബുക്ക് പോലെ തന്നെ ഇദ്ദേഹം റൂൾസ് എല്ലാം തന്നെ ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് അതായത് ഇറാനിലുണ്ടായിരുന്നതും അതുപോലെ തന്നെ ഇറാഖിലുള്ള മുസ്ലിം പുരോഹിതന്മാരെല്ലാം തന്നെ വിളിച്ചു വരുത്തിയിട്ടായിരുന്നു ഇദ്ദേഹം ഈ ഡ്രാഫ്റ്റ് എല്ലാം തന്നെ കുറേ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഷാരിയ ലോ പ്രകാരമായിരുന്നു ഇദ്ദേഹം ആ ഡ്രാഫ്റ്റ് ഫുള്ളായിട്ടും ഡ്രാഫ്റ്റ് ചെയ്തത്. അതായത് നിയമം എങ്ങനെ വേണം, അതുപോലെ തന്നെ ആൾക്കാർ എങ്ങനെ ജീവിക്കണം, എന്തെല്ലാം അലൗഡാണ് അല്ല ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഷാരിയ നിയമപ്രകാരം തന്നെയായിരുന്നു ഇദ്ദേഹം ഡ്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഷാരിയ നിയമം എന്താണെന്നറിയാത്തവർക്ക് നമ്മൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് വെക്കാം, ആ വീഡിയോ ലിങ്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ 1978 ആയപ്പോൾ തന്നെ ഈ ഷാ എന്ന് പറയുന്ന അവരുടെ റെജീം കംപ്ലീറ്റ് ആയിട്ടും പോകും എന്ന്
ഏകദേശം ഉറപ്പായി. അതായത് ആ രാജകുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് ആ പവറെല്ലാം പോകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു അടുത്തത് എന്തായാലും ഇസ്ലാമിക് സ്റ്റേറ്റാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. പക്ഷേ എങ്ങനെ ഭരിക്കും എന്ന് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ കൊമേനി രായും പകലുമില്ലാതെ വർക്ക് ചെയ്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. വേറെ ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞു ആ എയർക്രാഫ്റ്റിൽ വന്നിറങ്ങിയപ്പോൾ ബുക്കുമായിട്ടാണ് ഇറാനിലോട്ട് കൊമേനി വന്നിറങ്ങുന്നത്. അപ്പോൾ ആ ഒരു ബുക്കുമായിട്ട് ഇദ്ദേഹം വന്ന് അവിടെ പബ്ലിക് മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹം 1979 ചോദിച്ചു. അവിടെയുള്ള ആൾക്കാരോടെല്ലാം നമ്മൾ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റായി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കെല്ലാം താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളിൽ ഏകദേശം 98.2% ആൾക്കാരും പറഞ്ഞത് നമ്മൾ ഇസ്ലാമിക് സ്റ്റേറ്റ് തന്നെ പോകാനാണ് നമ്മൾ താല്പര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഏറ്റവും വലിയ പ്രശ്നമായി ഉണ്ടായിരുന്നത് അവിടെ വർക്കിംഗ് ഡേ സ്കേർട്സ്, അതുപോലെ തന്നെ മാർക്സിസ്റ്റ്, ഇങ്ങനെ കുറേ പൊളിറ്റിക്സ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം തന്നെ ഇതിനെ ഓപ്പോസ് ചെയ്യാറുള്ളൂ. ജനങ്ങളുടെ പിന്തുണ ഉള്ള കാരണം തന്നെ കൊമേനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ആദ്യത്തെ സ്റ്റേജിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് അപ്രൂവ് ചെയ്യുക, ഇതിനെ ഭരണകൂടമായിട്ട് അപ്രൂവ് ചെയ്യുക. പക്ഷേ ആ ഒരു സമയത്ത് കൊമേനി പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇതിന് ജനങ്ങളുടെ സമ്മതം മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ കൊമേനി ഇരിക്കുമ്പോഴാണ് കൊമേനി ആദ്യമായിട്ട് അസംബ്ലി ഓഫ് എക്സ്പേർട്സ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. ഇതിൽ ഏകദേശം 72 മെമ്പേഴ്സായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 72 മെമ്പേഴ്സിൽ 55 മെമ്പേഴ്സ് മുസ്ലിം പുരോഹിതന്മാർ മാത്രമാണ്. എങ്ങനെ നിയമം തീരുമാനിക്കണം, അതുപോലെ തന്നെ ഏതെല്ലാം നിയമങ്ങളാണ് മുസ്ലിം ഇസ്ലാമിന് എതിരെ, ഇതെല്ലാം തീരുമാനിക്കാൻ വേണ്ടി ഏകദേശം 52 പുരോഹിതന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ 1979 ആയപ്പോൾ തന്നെ ഇതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി, ഇതിനെ ഭരണകൂടമാക്കി മാറ്റാൻ തുടങ്ങി. പക്ഷേ ആ ഒരു സമയത്ത് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇതിനെ എതിരായി നിൽക്കുന്നതുകൊണ്ട് തന്നെ കൊമേനി വിചാരിക്കുന്നു ഇവരുണ്ടെങ്കിൽ ഇത് വലിയൊരു ത്രെട്ടനാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡെമോക്രാറ്റിക് പാർട്ടി, അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടികളെല്ലാം തന്നെ അദ്ദേഹം ആദ്യം തന്നെ ബാൻ ചെയ്യുന്നു. അങ്ങനെ 1971 ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തെങ്കിലും 1981 തൊട്ടാണ് വലിയ വലിയ ചേഞ്ചസിലോട്ട് ഇത് വരുത്താൻ തുടങ്ങിയത്. അതുപോലെ തന്നെ അത്രയും വർഷങ്ങൾ 1979 വരെ നമ്മൾ ഇറാൻ്റെ ഒരു സ്ഥിതി എടുത്തു നോക്കുകയാണെങ്കിൽ ഫുൾ മോഡേൺ ആയിരുന്നു, വെസ്റ്റേണൈസ്ഡ് ആയിരുന്നു. ഇന്ന് ഈ ഇന്ത്യൻ്റെയൊക്കെ വെസ്റ്റേണൈസേഷൻ ആദ്യത്തെ കാലങ്ങളിൽ തന്നെ ഇറാനിൽ വന്നിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് അതൊന്നും വേണ്ട എന്ന് കരുതിയ കൊമേനി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയെല്ലാം തന്നെ ഏകദേശം 2 വർഷം അടച്ചിടുന്നു. മൊത്തം വെസ്റ്റേൺ ആയിട്ട് ഇംഗ്ലീഷും മറ്റു കാര്യങ്ങളെല്ലാം തന്നെയാണ് കൂടുതലും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനെല്ലാം മാറ്റിക്കളയുന്നു. ഏകദേശം 20,000 ടീച്ചേഴ്സ് ആയിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റിയിൽ. 20,000 ടീച്ചേഴ്സിലും അധികം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അതിൽ ഏകദേശം 20,000 ടീച്ചേഴ്സ് മൊത്തം ഈ വെസ്റ്റേൺ ചിന്താഗതി ഉള്ളതാണെന്ന് കരുതി കൊമേനി അവരെ മൊത്തം റിമൂവ് ചെയ്യുന്നു. പക്ഷേ ഇത് ലിബറൽ ആൾക്കാർക്കും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് ആൾക്കാർക്കൊന്നും വലിയ ഹാപ്പി ആയില്ല. കാരണം 20,000 ടീച്ചേഴ്സ് വെസ്റ്റേണൈസേഷൻ മാത്രം കാരണം കാട്ടി അവരെ റിമൂവ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് അവിടെ വലിയൊരു പ്രശ്നം നേരിടും എന്ന് കരുതിയിരുന്നു. ഇറാൻ്റെ ആർമിക്ക് അവിടെ ഒരു സെപ്പറേറ്റ് പവർ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ആർമീനെ കൊമേനി ഒട്ടും തന്നെ വിശ്വസിച്ചിരുന്നില്ല. 1953 തൊട്ട് തന്നെ ഇറാൻ ആർമി വെസ്റ്റേൺ ആൾക്കാരുമായിട്ടായിരുന്നു കൂടുതലും അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ 2 പാർട്ടിക്കും ഇങ്ങനെ പ്രശ്നമുള്ളപ്പോൾ ഇറാൻ്റെ ആർമി പറഞ്ഞു ഞങ്ങൾ 2 ഭാഗത്തും ഉണ്ടാവില്ല, ന്യൂട്രലായി നിൽക്കാം എന്ന് പറഞ്ഞ് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷേ കൊമേനി അതിനെ വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൊമേനി വിചാരിക്കുന്നു സെപ്പറേറ്റ് ആയിട്ട് ഇറാന് വേണ്ടി നമ്മളതായിട്ട് ഒരു ആർമി ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് 1982 അവിടെ ഒരു ആയതുള്ള കൊമേനിയുടെ ഒരു ലീഡർഷിപ്പിൽ ഇസ്ലാമിക് ഗോഡ്സ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഒരു ആർമി ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ആർമിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഒരു സുപ്രീം ലീഡർ ആയിരിക്കും, അവരുടെ അടുത്തായിരിക്കും എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം 1985 ആയപ്പോൾ നേവിയും അതുപോലെ തന്നെ എയർഫോഴ്സും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇതിനെല്ലാം ഇറാൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി അവിടെ ഡിപ്ലോയ് ചെയ്യാനും തുടങ്ങി. ഇവരുടെ ഒരു ഗാർഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പോലീസ് പോലെയായിരുന്നു ഇവർ കൂടുതലും പ്രവർത്തിച്ചിരുന്നത്. സ്ട്രീറ്റിൽ കൂടെ പോകുക, അപ്പോൾ ആൾക്കാരെല്ലാം തന്നെ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ തട്ടയിട്ടില്ലെങ്കിൽ അവരെ നിർബന്ധിച്ച് തട്ടയിടിക്കുക, അതുപോലെ തന്നെ പുരുഷന്മാരാണെങ്കിൽ താടി വളർത്തിയില്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി താടി വളർത്തുക, ഇങ്ങനെയുള്ള രീതിയിലെല്ലാം തന്നെ ഗാർഡ്സ് അവിടെ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ ഇതിനെ ഡെമോക്രാറ്റിക് മറ്റു പാർട്ടികൾക്കെല്ലാം വലിയ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ആ ഒരു സമയം തൊട്ട് തന്നെ 1979 to 82, 85 കാലഘട്ടങ്ങളായപ്പോൾ തന്നെ ഏകദേശം എല്ലാ ഡെമോക്രാറ്റിക് പാർട്ടികളെയും തന്നെ ആയതുള്ള കൊമേനി എന്ന് പറഞ്ഞ ഇദ്ദേഹം ഇറാൻ്റെ ആ സുപ്രീം ലീഡർ അദ്ദേഹം ബാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് 1980 ഹസൻ എന്ന് പറഞ്ഞ അദ്ദേഹം പ്രസിഡന്റ് ആവുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ആയതുള്ള കൊമേനി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അത്ര ഹാർഡ് ലൈൻ പൊളിറ്റിക്സ് അല്ലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. ഇദ്ദേഹം കുറച്ച് വെസ്റ്റേണൈസേഷനും അതുപോലെ തന്നെ കുറച്ച് ഫ്രീഡം എല്ലാം കൊടുത്തുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ. പക്ഷേ ഈ ആയതുള്ള കൊമേനി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് അത് വലിയ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഹസൻ എന്ന് പറഞ്ഞ ഇദ്ദേഹം ഫുള്ളായിട്ടും പ്രസിഡന്റ് ആണെങ്കിലും പാർലമെൻറ്റിനെ ഇദ്ദേഹം അല്ലായിരുന്നു കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്.
അതായത് അവിടെ ഉണ്ടായിരുന്ന പാർലമെൻറ്റിനെ മൊത്തം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് പാർട്ടി എന്ന് പറയുന്ന ഈ കൊമേനിയുടെ പാർട്ടിയായിരുന്നു. ഏകദേശം 3 പ്രൈം മിനിസ്റ്ററിനെ ഈ ഹസൻ എന്ന് പറഞ്ഞ ഈ പ്രസിഡന്റ് അറിയിച്ചെങ്കിലും അത് 3 തന്നെ ഇവർ അപ്രൂവ് ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം തന്നെ ഇദ്ദേഹത്തിന് അനുകൂലമായി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭരണം നിന്ന് എടുത്തു കളയുന്നു. അതിനുശേഷം പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഓപ്പോസിഷൻ ലീഡേഴ്സിനെ എല്ലാം തന്നെ കൊമേനി അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ജയിലിൽ വെച്ച് തന്നെ ഏകദേശം 20,000 ആൾക്കാരെ കൊന്നുകളയുന്നു. കാരണം അവർ ഭരണത്തിനും അതുപോലെ തന്നെ കൊമേനിക്കും എതിരായി നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് വലിയ ഭീഷണി ആയതുകൊണ്ട് 20,000 ആൾക്കാരെ കൊന്നുകളയുന്നു. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാം കൊണ്ട് തന്നെ 1981 അതായത് ഇറാനിൽ കുറേ റിപ്പബ്ലിക്കായി തിങ്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവർക്കും ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് പാർട്ടിയുമായിട്ട് കുറേ പ്രശ്നങ്ങൾ വരികയും ആ ഒരു സമയത്തെല്ലാം തന്നെ അവരുടെ ഓഫീസിനെല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നു. ഇങ്ങനെ അതായത് ഇറാൻ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആയതിനു ശേഷവും കുറേയധികം വയലൻസുകളായിരുന്നു ആദ്യത്തെ സ്റ്റേജിലെല്ലാം നമ്മൾ കണ്ടുവന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 1981 വീണ്ടും ഒരു പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നു. അപ്പോൾ ആ ഒരു ഇലക്ഷനിൽ ഈ വട്ടം ആയതുള്ള കൊമേനി തന്നെ പ്രസിഡന്റായിട്ട് എടുക്കുന്നു. 89 വരെ അദ്ദേഹം തന്നെയാണ് പ്രസിഡന്റായിട്ട് സെർവ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് അധികാരം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കൂടുതലും ദൈവവിശ്വാസ പ്രകാരമായിരുന്നു. അതായത് ദൈവം പറയുന്ന അനുസരിച്ചായിരുന്നു ഭരണം നടത്തിക്കൊണ്ടിരുന്നത്, അല്ലാണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ളതല്ലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പ്രസിഡന്റ് അതായത് ഇറാൻ്റെ പ്രസിഡന്റ് ആയിരിക്കും എക്കണോമിക്കും അഡ്മിനിസ്ട്രേഷൻ്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പക്ഷേ ആർമീനെ കൺട്രോൾ ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കില്ല. പിന്നെ പാർലമെൻറ്റിൽ 290 സീറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം തന്നെ എലക്ട് ചെയ്യുന്നത് അതായത് അവിടെയുള്ള ജനങ്ങൾ തന്നെയാണ്. പക്ഷേ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ജനങ്ങൾ തിരഞ്ഞെടുത്താൽ നിയമം തയ്യാറാക്കാനുള്ള അധികാരമില്ല. അതായത് ഇവർ നിയമമായിട്ട് അത് പാസ്സാക്കും. അതിനുശേഷം അവിടെ ഒരു കൗൺസിലുണ്ട്, അതായത് കൗൺസിൽ ഓഫ് ഗാർഡിയൻസ് എന്ന് പറയുന്ന ഒരു കൗൺസിലുണ്ട്. അപ്പോൾ ഈ കൗൺസിൽ ഏകദേശം 12 ആൾക്കാരാണുള്ളത്. 6 ആൾക്കാർ വന്നിട്ട് ഈ സുപ്രീം ലീഡർ ആയതുൽ കൊമേനി എടുക്കുന്നതായിരിക്കും. ബാക്കി 6 വന്നിട്ട് ജുഡീഷ്യറി ആൾക്കാർ തീരുമാനിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ 12 പേരുകളും അതായത് ഇത് ശാരിയ നിയമപ്രകാരം ഇത് മര്യാദയ്ക്കാണ് പോകുന്നത്, അതുപോലെ തന്നെ ശാരിയ നിയമപ്രകാരം തന്നെയാണോ ഈ നിയമമുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം ക്രോസ് വെരിഫൈ ചെയ്യുന്നതാണ് ഈ കൗൺസിലിൻ്റെ പ്രധാന ലക്ഷ്യം. അങ്ങനെ ഇവർ ഇത് ശരിയല്ല, അതായത് ഈ ശാരിയ നിയമപ്രകാരം അല്ല എന്നുണ്ടെങ്കിൽ ഇവർക്കത് വീറ്റോ ഉപയോഗിച്ചിട്ട് ആ നിയമങ്ങളെല്ലാം റദ്ദാക്കാനുള്ള അധികാരവുമുണ്ട്. അങ്ങനെ 1997 ആയപ്പോൾ തന്നെ ഏകദേശം 230 പേര് കണ്ടക്ട് ചെയ്തെങ്കിലും ഈ കൗൺസിൽ ഓഫ് മെമ്പേഴ്സ് വിചാരിക്കുന്നു അതായത് ഇവരെല്ലാം വന്നു കഴിഞ്ഞാൽ അതായത് ഈ കൗൺസിൽ ഓഫ് മെമ്പേഴ്സ് പറയുന്ന ഈ തീരുമാനങ്ങളൊന്നും വരില്ല എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരെയും ഓരോ കാരണം പറഞ്ഞ് അവർ മെല്ലെ ഒഴിവാക്കിയായിരുന്നു. അതേപോലെ തന്നെ വേറൊരു ഗ്രൂപ്പുമുണ്ട്, അതായത് അസംബ്ലി ഓഫ് എക്സ്പെർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അസംബ്ലി ഓഫ് എക്സ്പെർട്സ് എന്ന് പറയുന്നത് ഇതിൽ 86 പുരോഹിതന്മാരാണുള്ളത്. അപ്പോൾ ഇവർ 8 വർഷമായിരിക്കും ഭരിക്കുന്നത്, അതും അവിടെയുള്ള ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സുപ്രീം ലീഡർ കൊമേനിക്ക് എക്സ്പേർട്ടായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഒരു എക്സ്പേർട്ട് ബോഡിക്ക് വേണ്ടിയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇങ്ങനെയെല്ലാം പല നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇറാനെ വലിയ ചോദ്യചിഹ്നമായിട്ട് ലോകരാജ്യങ്ങളെല്ലാം കണ്ടിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇവർ കുറേയധികം നിയമങ്ങൾ കൊണ്ടുവരികയും അതുപോലെ തന്നെ ആർമി പുതിയതായി ക്രിയേറ്റ് ചെയ്യുമ്പോഴെല്ലാം അതെല്ലാം വലിയൊരു അബദ്ധമാണെന്നാണ് പല ലോകരാജ്യങ്ങളും കണ്ടെത്തിയത്. അങ്ങനെ 1980 to 88 വരെ ഇറാനുമായിട്ട് അതായത് ഇറാഖുമായിട്ട് ഇവർക്കൊരു യുദ്ധമുണ്ടായിരുന്നു. ആ ഒരു യുദ്ധത്തിൽ ഏകദേശം 2.5 ലക്ഷം ആർമി ജനറൽസാണ്, അതായത് ആർമി ആൾക്കാരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇറാൻ്റെ ആർമി ഒരു വീക്കായിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാരെല്ലാം വിചാരിക്കുന്നു അതായത് ഈ ആയതുള്ള കൊമേനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭരണം ഏകദേശം കഴിയാനായി, അതായത് അദ്ദേഹത്തിന് പുതിയതായി സക്സസർ വന്നേ തീരുള്ളൂ. ഹുസൈൻ അലി എന്ന് പറയുന്ന അദ്ദേഹമായിരിക്കും അടുത്ത സുപ്രീം ലീഡർ ആകുക എന്ന് പലരും വിചാരിച്ചിരുന്നു. പക്ഷേ ആ ലാസ്റ്റ് സമയത്ത് അതായത് കൊമേനി എടുക്കുന്ന പല തീരുമാനത്തിനെതിരെയും ഇദ്ദേഹം എതിർത്ത് പറയാൻ തുടങ്ങി. ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് കൊമേനി ഇദ്ദേഹത്തിനെ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് 1987 ജൂനിയർ ക്ലറിക്കായ ആയതുള്ള അലി കൊമേനി അതായത് ഇന്നത്തെ സുപ്രീം ലീഡർ അദ്ദേഹത്തിനെ തെരഞ്ഞെടുക്കുന്നു. അതായത് ആയതുൽ കൊമേനി തീരുന്നതിന് മുമ്പ് തന്നെ ആയതുൽ കൊമേനിക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അതായത് എൻ്റെ ഭരണത്തിന് ആവുമ്പോൾ തന്നെ ഈ ഒരു ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഫുള്ളായിട്ടും ഇസ്ലാമിക് രാജ്യമായി മാറണമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ഓരോ ദിവസവും പുതിയ കൗൺസിലിനെ ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട പവറെല്ലാം കൊടുക്കുകയും അതെല്ലാം തന്നെ എല്ലാ കൗൺസിലും ഒരേ ഒരു സുപ്രീം ലീഡർ, അതായത് ഇറാനിൽ ഒരേ ഒരു സുപ്രീം ലീഡറാണ് ഇന്നും ഉള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അതായത് അവിടെ പ്രസിഡന്റ് ഉണ്ടെങ്കിലും അതായത് സുപ്രീം ലീഡറിൻ്റെ പവർ അതായത് അംഗീകാരമില്ലാതെ ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സീ യു നെക്സ്റ്റ് വീഡിയോ.